മോർബില്ല എന്ന് പറയുന്ന ഒരു വൈറസ് പരത്തുന്ന ഒരു അസുഖമാണ് PPR. ഇത് ആദ്യമായി കാണപ്പെട്ടത് ആഫ്രിക്കയിലാണ്. ആഫ്രിക്കയിൽ നിന്ന് ചൈന മാർഗം ഏഷ്യയിലുള്ള മറ്റുള്ള രാജ്യങ്ങളിലേക്കെല്ലാം പടർന്നു പിടിച്ച ഒരു മഹാമാരിയാണ് PPR. ഈ PPR പരത്തുന്ന ഈ വൈറസ് ബാധ കൂടുതലായിട്ടും അഫക്റ്റ് ആവുന്നത് പ്രതിരോധശേഷി വളരെ കുറവുള്ള ആളുകളിലാണ്, അല്ലെങ്കിൽ കൂടുതലായിട്ട് സ്ട്രെസ് അനുഭവപ്പെടുന്ന ആളുകളിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ശാരീരികവും മാനസികവുമായിട്ട് വളരെയധികം സ്ട്രെസ് അനുഭവപ്പെടുന്ന ആളുകളുണ്ട്. അവർ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യുമ്പോൾ ആളുകൾക്ക് ശാരീരികവും മാനസികവുമായിട്ട് സ്ട്രെസ് അനുഭവപ്പെടും. ഇങ്ങനെയുള്ള ആളുകളിലും ഈ PPR പെട്ടെന്ന് പടർന്നു പിടിക്കും. ചില നല്ല ആരോഗ്യമുള്ള ആളുകളിൽ ഈ PPRൻ്റെ വൈറസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് എഫക്റ്റ് ചെയ്യില്ല. പക്ഷേ അവർ ഈ രോഗം വഹിക്കുന്ന വാഹികരായിരിക്കും. അവരെ കൊണ്ടുവന്ന് നമ്മുടെ കൂട്ടിലേക്ക് കയറ്റുമ്പോൾ നമ്മുടെ കൂട്ടിലുള്ള മറ്റുള്ള ആളുകളിലേക്ക് ഈ വൈറസ് ബാധ പെട്ടെന്ന് പിടിക്കുകയും നമ്മുടെ കൂട്ടിലുള്ള ആളുകൾക്ക് ഇത് പെട്ടെന്ന് PPR വരികയും ആളുകൾ നഷ്ടപ്പെടാൻ പോകുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയും ചെയ്യാറുണ്ട്. PPR എന്നാൽ ഒരു കൂട്ടം അസുഖങ്ങൾ ഒന്നിച്ച് കൂടിച്ചേർന്ന് വരുന്ന ഒരവസ്ഥയാണ്. മനുഷ്യർക്ക് എയ്ഡ്സ് വരുന്നവരുടെ പ്രതിരോധശേഷിയിലെ ആളുകളുടെ വ്യത്യാസം വന്നിട്ട് എല്ലാ അസുഖങ്ങളും ഒരു കൂട്ടം അസുഖങ്ങൾ ഒന്നിച്ച് കൂടിച്ചേർന്ന് വരുന്നതാണ്. അതിനെ നമ്മുടെ നാട്ടിൽ ആട് പ്ലേഗ് എന്നും കൂടി പറയാറുണ്ട്. ഈ PPRൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ PPR ഉള്ള ഒരു ആടിന് ഈ ബാക്ടീരിയ വൈറസ് ഏറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ ആടുകൾക്ക് ചെറിയ രീതിയിൽ പനി, ചുമ, ജലദോഷം, നല്ല മൂക്കിൽ നിന്നും കഫത്തോടുകൂടി നല്ല സ്രവം, മൂക്കിൽ നിന്ന് കഫത്തോടു കൂടിയുള്ള സ്രവം വരൽ, ഇതൊക്കെയാണ് ആദ്യം തന്നെ സ്റ്റാർട്ടിങ്ങിൽ കാണുന്നത്. പിന്നെ ആടിന് വയറിളക്കം, തിന്ന ഒരു സംഭവം ദഹിക്കാതെ വയറിളക്കി പോകും. അതോടൊപ്പം തന്നെ വായ്ക്കുരുപ്പ്, ചുണ്ടിന് ചുറ്റും ക്രിക്ക് ചുറ്റും വലിയ വ്രണമായിട്ട്, വലിയ വികൃതമായിട്ടുള്ള വ്രണം പോലെ വരുന്നു. ഇതെല്ലാം PPRൻ്റെ ലക്ഷണങ്ങളാണ്. അടുത്ത സ്റ്റേജിലേക്ക് ഇതിന് ന്യൂമോണിയ പിടിപെടും. ഈ അസുഖങ്ങളെല്ലാം ഒന്നിച്ച് വരുമ്പോൾ ആടിന് ഫുഡ് കഴിക്കാൻ പറ്റാതെ തൂങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറപ്പെടും. ഇതാണ് PPRൻ്റെ രോഗലക്ഷണങ്ങൾ. ഈ ഒരു അസുഖം വന്ന ആടിനെ ശുശ്രൂഷിച്ചിട്ട് നമ്മുടെ ആടിൻ്റെ അടുത്തേക്ക് ചെന്നാൽ ആ ആടുകൾക്കും നമ്മൾ വഴി ഈ വൈറസ് ബാധ ഏൽക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ PPR ഉള്ള ഒരു ആടിൻ്റെ കൂട്ടിലോ അല്ലെങ്കിൽ PPR ഉള്ള ഒരു ആടിനെയോ കണ്ടാൽ തിരിച്ച് നേരെ നമ്മുടെ കൂട്ടിൽ ഒരിക്കലും വന്ന് കയറരുത്. നമ്മൾ കുളിച്ച് വൃത്തിയായതിനു ശേഷം മാത്രമേ നമ്മുടെ ആടുകളെ ശുശ്രൂഷിക്കാമുള്ളൂ. ഇനി നമ്മുടെ കൂട്ടിലുള്ള ഒരാടിന് PPR വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്വാറൻറ്റൈൻ ചെയ്യാനുള്ള സ്ഥലത്തേക്ക് മാറ്റി ആ ആട് നിന്ന ഭാഗം വളരെ വൃത്തിയായിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് പോലെയുള്ള ലായനി ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി മറ്റുള്ള ആടുകൾക്ക് പകരാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ PPR എന്ന് പറഞ്ഞ അസുഖം പിടിപെട്ട് കഴിഞ്ഞാൽ മരണനിരക്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കർഷകരെല്ലാവരും വളരെ പേടിയോടുകൂടി കാണുന്ന ഒരു അസുഖം കൂടിയാണ് PPR. ചെനയുള്ള ആടുകൾക്കെല്ലാം ഇത് വന്നു കഴിഞ്ഞാൽ അബോർഷൻ ഉറപ്പായിട്ടും തന്നെ സംഭവിക്കാറുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ പുതിയതായിട്ട് ഒരു ആടിനെ വാങ്ങുമ്പോൾ ഒരിക്കലും ഡയറക്റ്റ് കൂട്ടിലേക്ക് കൊണ്ടുപോയി കെട്ടരുത് എന്ന് പറയുന്നത്. ഇങ്ങനെ എന്തെങ്കിലും ചെറിയ PPRൻ്റെ ഈ വൈറസ് ഈ ആടുകളുടെ മേത്തോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് നേരെ വന്ന് നമ്മുടെ കൂട്ടിലേക്ക് കയറും. നമ്മുടെ കൂട്ടിലുള്ള ആടുകൾ കൂട് മൊത്തമായിട്ട് പോയി കിട്ടും. അതുകൊണ്ട് തന്നെയാണ് പുതിയതായിട്ട് ഒരു ആടിനെ വാങ്ങിച്ചാൽ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ആടിനെ മാറ്റി ഒരു ക്വാറൻറ്റൈൻ പോലെ വേറൊരൊറ്റ കൂട്ടിൽ സ്ഥിരമായിട്ട് ഈ പറഞ്ഞ നമ്മുടെ ആടുകളായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ നിർത്തുക. എന്നാലാണ് അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ കൂടി സാധിക്കുകയുള്ളൂ. ഇനി PPR വന്ന ഒരാടിന് മെഡിസിൻ ഉണ്ടോ, ഈ വൈറസിനെതിരെയുള്ള മെഡിസിൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇതുവരെയായിട്ട് മെഡിസിനോ കാര്യങ്ങളോ ഒന്നും കണ്ടുപിടിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. ഈ അസുഖം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരോ അസുഖത്തിനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ, ഇപ്പോൾ പനി, ചുമ, ജലദോഷം അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ വേറെ, അതുപോലെ വയറിളക്കത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് വേറെ, ന്യൂമോണിയയ്ക്കുള്ള ആൻറ്റിബയോട്ടിക്കുകൾ വേറെ, വായ്പുണ്ണിനുള്ള അസുഖങ്ങൾ വേറെ. അതുകൂടാതെ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ആടിനെ പിടിച്ചു നിർത്താനുള്ള, ആരോഗ്യം നിലനിർത്താനുള്ള സപ്ലിമെൻറ്റ്സ് വേറെ. ഇതെല്ലാം നമ്മൾ കൊടുത്താൽ മാത്രമാണ് ഇത് വന്ന ഒരാടിനെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുള്ളൂ. അതും വളരെ ചാൻസ് കുറവാണ്. നമ്മുടെ കൂട്ടിലുള്ള മറ്റുള്ള ആടുകൾക്ക് ഇത് പടരാതിരിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ കണ്ടുപിടിച്ച് അതിന് ഇതുപോലെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊടുത്ത് രക്ഷപ്പെടുത്താനോ നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി PPRന് വാക്സിൻ ഉണ്ട്. PPRനെതിരെ PPR വാക്സിൻ ഉണ്ട്. ഇത് എല്ലാവരും ശ്രദ്ധിക്കുക. PPR വാക്സിൻ PPR വന്ന ഒരാടിന് എടുക്കേണ്ട ഒരു സംഭവമല്ല. PPR വാക്സിൻ എടുക്കേണ്ടത് PPR വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വാക്സിൻ സാധാരണ രീതിയിൽ അസുഖമുള്ള ആടുകൾക്കല്ല, അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷനാണ്. അപ്പോൾ മുമ്പ് തന്നെ നമ്മൾ PPR വാക്സിൻ എടുക്കണം ആടുകൾക്ക്. നല്ല ആരോഗ്യമുള്ള സമയത്ത് PPRൻ്റെ വാക്സിൻ എടുത്ത ആടുകളെ വേണം നമ്മൾ ഇനി പുറത്തുനിന്നുള്ള ആടുകളാണെങ്കിൽ പോലും വാങ്ങാൻ. PPR വാക്സിൻ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ ഹോസ്പിറ്റലിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ചില പഞ്ചായത്ത് ഹോസ്പിറ്റലിലൊന്നും സാധാരണ രീതിയിൽ ഇത് ലഭ്യമല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് ഒരു ലെറ്ററുമായി ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്നതാണ് PPR വാക്സിൻ. ഈ PPR വാക്സിൻ ഏറ്റവും കുറഞ്ഞത് 50 ആടുകളെങ്കിലും ഉണ്ടെങ്കിലാണ് PPRൻ്റെ വാക്സിൻ ഒരു ഡോസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് പൊട്ടിച്ച 2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വാലിഡിറ്റി തീരും, ഇതിൻ്റെ എല്ലാ സവിശേഷതകളും പോയി കിട്ടും. അതുകൊണ്ട് 2 മണിക്കൂറിനുള്ളിൽ ഈ PPR വാക്സിൻ ആടുകൾക്കെല്ലാം എടുക്കണം. അത് ചുരുങ്ങിയത് 50 ആടിൻ്റെ ആണ് വാക്സിനായിട്ട് വരുന്നത്. ചില സ്ഥലങ്ങളിൽ 25 ആടിൻ്റെയും വരുന്നുണ്ട്. അപ്പോൾ മിനിമം നിങ്ങളുടെ അടുത്തൊക്കെ ഒരു 10 ആടൊക്കെ ഉള്ളെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ആളുകളുടെ ആടുകളെയും കൂട്ടി ഒരു സംയോജിപ്പിച്ച് ഒരു 50 ആടിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒന്നിച്ച് എല്ലാ ആടുകൾക്കും PPRൻ്റെ വാക്സിൻ എടുക്കുന്നത് വളരെ നല്ലതാണ്. 3 വർഷമാണ് ഇതിൻ്റെ വാലിഡിറ്റി പറയുന്നത്. 3 വർഷത്തിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യമെങ്കിലും PPR വാക്സിൻ എടുക്കുന്നത് വളരെ നല്ലതാണ്. PPR ബാധയുള്ള ഒരു കൂട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തോ ഒരു ഫാമിലോ ഒരിക്കലും നിങ്ങൾ സന്ദർശിക്കാൻ പാടില്ല. അങ്ങനെ അസുഖമുണ്ട് എന്നറിഞ്ഞാൽ നിങ്ങൾ ആ ഭാഗത്ത് സന്ദർശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളെ ക്ലീൻ ആയതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ആടുകളുടെ അടുത്ത് പോകാമുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കൂടും നമ്മുടെ ആടുകളെയും കാണാനുമായിട്ട് വിസിറ്റേഴ്സ് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർ മറ്റുള്ള ഏതെങ്കിലും കൂടുകളിൽ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വന്നിട്ടാണോ നമ്മുടെ ആടുകളെ അവർ തൊടുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അവർ വേറെ ഏതെങ്കിലും ഒരു ഈ അസുഖമുള്ള ഏതെങ്കിലും ബാക്ടീരിയ ഒക്കെ ഉള്ള ഏതെങ്കിലും ഒരു കൂട്ടിൽ പോയിട്ട് നേരെ നമ്മുടെ കൂട്ടിലേക്കാണ് വരുന്നതെങ്കിൽ ഈ അസുഖവും നമ്മുടെ കൂട്ടിലേക്ക് വരും. അവരുടെ ശരീരത്ത് ഉണ്ടാവും ഈ അസുഖം. അപ്പോൾ അതും നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ ആടുകളെ കാണാൻ വരുന്നവർ പ്രത്യേകിച്ച് അതും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടിൽ പോയി ഈ അസുഖം വന്നു എന്ന് വിചാരിച്ചോ, നമ്മളൊരു ഡോക്ടറെ വിളിച്ചാൽ പോലും അവർ ചികിത്സിക്കാൻ വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ള ഒരു ആടുകളെ ആടുകളെ അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളെ ചികിത്സിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഈ ബാക്ടീരിയാസ് അവരുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ അതുവഴി മറ്റുള്ള അവർ പോകുന്ന സ്ഥലങ്ങളിലേക്കും അല്ലെങ്കിൽ ആ ഒരു പഞ്ചായത്ത് ആ ഒരു ഏരിയ ഫുള്ളായിട്ട് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ടും അവർ വരാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഈ രോഗത്തിൻ്റെ ആ ഒരു കാഠിന്യം മനസ്സിലാക്കാൻ കൂടിയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു പുതിയൊരു ആടിനെയോ അല്ലെങ്കിൽ മറ്റുള്ള കൂടുകളിലേക്കൊക്കെ പോയിട്ട് നേരിട്ട് ഒരിക്കലും നമ്മുടെ ആടുകളായിട്ടുള്ള സമ്പർക്കം പാടില്ല. എപ്പോഴും നമ്മൾ വൃത്തിയും കാര്യങ്ങളും എല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ കൂട്ടിലേക്ക് കയറാമുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ആടുകളെ വാങ്ങുമ്പോൾ അവരുടെ ഒടിയിൽ അതുപോലെ ചുണ്ടിന് ചുറ്റും അവരുടെ കാര്യങ്ങൾ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകളോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം മാത്രമേ പുതിയ ആടുകളെ നമ്മൾ വാങ്ങാമുള്ളൂ, നമ്മുടെ കൂട്ടിലേക്ക് കെട്ടാമുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് PPR എന്ന് പറഞ്ഞ മഹാരോഗത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിക്കുക. പുതിയ ആടുകളെയൊക്കെ വാങ്ങുമ്പോൾ PPR എന്ന് പറഞ്ഞ വാക്സിൻ പറ്റുവാണെങ്കിൽ നമ്മുടെ അടുത്തുള്ള കുറച്ച് ആടുകളെയൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും PPRൻ്റെ ഒരു വാക്സിൻ എടുത്ത് വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടും. അപ്പോൾ എല്ലാവരും PPRൻ്റെ വാക്സിൻ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ അറിവിലുള്ള എനിക്കറിയാവുന്ന കുറച്ച് ചെറിയ അറിവുകളാണ് ഈ വീഡിയോ വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.